السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت 7 سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء والله واسع عليم. الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا منا ولا لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. സൂറത്തുൽ ബഖറ 260 ആയത്തുകൾ ഇതിനകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആയത്തുൽ കുർസി മുതൽ പറഞ്ഞു വന്നിരുന്ന തൗഹീദുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ അതിൻ്റെ ഉദാഹരണം സഹിതം ഇവിടെ പരാമർശിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമങ്ങൾ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചായിരുന്നു പറഞ്ഞത്. ആ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ചുമാണ് പറഞ്ഞിരുന്നത്. വീണ്ടും അതിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എന്തിനായിരിക്കും അള്ളാഹു ഇങ്ങനെ ആവർത്തിച്ച് സമ്പത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. നമുക്ക് സമ്പത്തിനോടുള്ള ബന്ധം എങ്ങനെയാണ്, പണം എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് എന്നാലോചിച്ചാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. പകർത്തും പറയാം. മസൽ, ഉപമ. അല്ലദീന യുൻഫിഖൂന, ചെലവഴിക്കുന്നവരുടെ ഉപമ. അംവാലഹും, തങ്ങളുടെ ധനം. ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ. കമസലി ഹബ്ബ, അതൊരു ധാന്യത്തിന്റെ ഉദാഹരണം പോലെയാണ്. അംബതസ്, അത് മുളപ്പിച്ചു. 7 സനാബിൽ, 7 കതിരുകൾ. ഫീ കുല്ലി സുംബുലത്തിൻ, ഓരോ കതിരിലും 100 ഹബ്ബ, 100 ധാന്യമണികൾ. വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ഇരട്ടിപ്പിച്ചു നൽകും. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വിശാലതയുള്ളവനാണ്, എല്ലാം അറിയുന്നവനാണ്. അല്ലദീന യുൻഫിഖൂന, ചെലവഴിക്കുന്ന ആളുകൾ. അംവാലഹും, തങ്ങളുടെ ധനം. ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ. സുമ്മ ലാ യുത്ബിഊന, പിന്നെ പിന്തുടരുന്നില്ല. മാ അൻഫഖൂ, ചെലവഴിച്ചതിനെ. മന്ന, എടുത്തു പറഞ്ഞുകൊണ്ട്. വലാ അദ, ഉപദ്രവിച്ചുകൊണ്ടും ഇല്ല. ലഹും, അവർക്കുണ്ട്. അജ്റുഹും, അവരുടെ പ്രതിഫലം. ഇൻദ റബ്ബിഹിം, തങ്ങളുടെ നാഥന്റെ അടുത്ത്. വലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയമില്ല. വലാ ഹും യഹ്സനൂൻ,
അവർ ദുഃഖിക്കേണ്ടതും ഇല്ല. ഇതാണ് ഈ ഓതിയ 2 ആയത്തുകളുടെ വാക്കർത്ഥം. മാൽ എന്ന് പറഞ്ഞാൽ ധനം, കറൻസി ആവാം, സ്വർണമാകാം, ഭൂസ്വത്താകാം, കെട്ടിടമാകാം, വാഹനമാകാം. വിറ്റ പൈസ കിട്ടുന്നതൊക്കെ മാലാണ്. എന്ന് പറഞ്ഞാൽ മൂല്യമുള്ളതെല്ലാം മാലാണ്. ഒരു സാധനം പഴയതായി എന്നതുകൊണ്ട് അത് മാൽ അല്ലാതാവൂല. ഇപ്പൊ സ്ക്രാപ്പ്, പൊട്ടിയ പാത്രം, ബക്കറ്റ്, കന്നാസ്, കടലാസ് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു പോണ കണ്ടില്ലേ? അതൊക്കെ മാലാണ്. പൈസ കിട്ടും അതിന്. അത് വിറ്റാൽ പൈസ കിട്ടും. അപ്പം അത് മൂല്യമാണ്. അല്ലെങ്കിൽ ഈ പഴയ സാധനം എടുക്കുന്ന ആള് എന്ത് പറയേണ്ടി വരും? ഇതൊക്കെ ഒന്നുമില്ല, അതൊക്കെ പൊട്ടിയതും ചതുങ്ങിയതും പഴയതുമാണ് എന്ന് പറയേണ്ടി വരും. പക്ഷെ ആ പഴയതിനാണ് എന്ത് മൂല്യമുണ്ട്, വലിയ വിലയാണ്. അതൊക്കെ മാലാണ്. ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യന് ജീവിക്കാൻ കൊള്ളുന്ന, പ്രാക്ടീസ് ചെയ്യാൻ കൊള്ളുന്ന സജീവമായ ഒരു ജീവിത പദ്ധതിയാണ്. അത് ഒരു ഭാവനയല്ല. നമ്മൾ ഈ കഥകൾ വായിക്കല്ലോ, 10 തലയുള്ളത് അല്ലേ, അങ്ങനെയൊക്കെ പറയുന്നത്, അതൊക്കെ ഭാവനയാണ്. അവരുടെ ശക്തി, കരുത്ത് ഒക്കെ അങ്ങനെ ആയിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി പിൽക്കാലത്തുള്ളവരെന്ത് ചെയ്തതാണ്? ഭാവനയിൽ വരച്ചുണ്ടാക്കിയത്. അതിൻ്റെ അർത്ഥം 10 തല ഉണ്ടായിരുന്നു എന്നൊന്നുമല്ല. നമ്മൾ ചിലപ്പോൾ ദേഷ്യം പിടിക്കുമ്പം പറയും 2 തല ഉണ്ട്, ഒന്ന് ഞാൻ കുത്തിപ്പൊട്ടിക്കായിരുന്നു, രണ്ടെണ്ണമുള്ള ഇതുവരെ കുത്തിപ്പൊട്ടിച്ചില്ല, 2 കണ്ണുണ്ടായിട്ട് കുത്തിപ്പൊട്ടിച്ചില്ല, 2 കാതുണ്ടായിട്ട് കുത്തിപ്പൊട്ടിച്ചില്ല, ഇല്ലാത്ത പറയുന്നത്. അപ്പൊ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഞാൻ കുറെ കൊടുക്കായിരുന്നു എന്നൊക്കെ ചില ആൾക്കാർ പറയും. ഉള്ളത് കൊടുത്തിട്ടില്ല. ഇതുപോലെ അപ്പോൾ അതൊരു ഭാവനയാണ്. എന്നാൽ പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഭാവനയല്ല. അതുകൊണ്ട് പ്രാക്ടിക്കൽ അല്ലാത്തൊരു സാധനം ഇതിലുണ്ടാവില്ല. ഒരു മനുഷ്യന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതല്ലാത്ത ഒരു ആരാധനയോ ഒരു ഇടപാടോ ഇതിലുണ്ടാവൂല. അല്ലേ? നമ്മളെ സഹോദര സമുദായക്കാരൊക്കെ നാവൊക്കെ തൃശൂലം കൊണ്ട് തുളച്ച് അങ്ങനെയൊക്കെ എത്ര കഷ്ടപ്പാടുണ്ട് ഇതൊക്കെ ചെയ്യണമെങ്കിൽ അല്ലേ? അങ്ങനെയൊക്കെ കുറെ സംഗതികൾ, തീ ചാടുന്നത്, അങ്ങനെ സതി ഇവിടുന്ന് എടുത്തു കളഞ്ഞതാണ്. കുറെ ദുരാചാരങ്ങളും സംഗതികളും ഒക്കെ. പക്ഷെ ഇസ്ലാമിൽ അങ്ങനെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്തതായിട്ട് കഠിനതരം എന്ന് പറയുന്ന ഒരു സാധനം നോമ്പാണ്. അതന്നെ ആരോഗ്യമുള്ളവർക്കുള്ളൂ, ആരോഗ്യമില്ലാത്തവർക്ക്, പ്രയാസമുള്ളവർക്ക് ഇല്ല. പിന്നെ ഹജ്ജാണ്, അതും ആവതുള്ളവർക്കുള്ളതാണ്. അപ്പൊ പ്രാക്ടിക്കൽ അല്ലാത്ത ഒന്നും ഇതിലില്ല. ഈ ഇസ്ലാം എന്ന് പറയുന്ന ജീവിത പദ്ധതിയുടെ നാനാവശങ്ങൾ പരിശോധിച്ചാൽ അവിടെയും നമുക്ക് കാണാൻ പറ്റും അതും പ്രാക്ടിക്കലാണ്. അപ്പൊ നമ്മുടേതായ ഒരു സാമ്പത്തിക വ്യവസ്ഥയുണ്ട്. ആ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ സമ്പത്ത് അള്ളാഹുവിൻ്റെതാണ് എന്നതാണ്. ഉടമസ്ഥാവകാശം നമുക്കില്ല. എന്നാലോ തൽക്കാലത്തേക്ക് കൈകാര്യം ചെയ്യാനുള്ള അവകാശം, സമ്പാദിക്കാനും അത് വളർത്താനും അത് ചെലവഴിക്കാനും ഒക്കെയുള്ള അവകാശം നമുക്ക് തന്നിട്ടുണ്ട് ഉപാധികളോടെ. ഉപാധികളുണ്ട്. ഇഷ്ടമുള്ള പോലെ കാട്ടിക്കോ, തോന്നിയ പോലെ ചെയ്തോ എന്നല്ല, ഉപാധികൾ വെച്ചിട്ടുണ്ട്. അത് പ്രയോഗതലത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, തത്വത്തിൽ എല്ലാവരും അംഗീകരിച്ചില്ലെങ്കിൽ. കാരണം ഈ ലോകത്ത് പറന്നു വീഴുന്ന ഒരു മനുഷ്യനും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അവൻ്റെ അടുത്തൊന്നുമില്ല. ഇനി ഇപ്പുണ്ടല്ലോ, ശരി, പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകണില്ല. അപ്പൊ വരുമ്പോൾ ഒന്നും കൊണ്ടുവരാത്ത, പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാത്ത മനുഷ്യനെ സംബന്ധിച്ച് പ്രയോഗത്തിൽ അവൻ്റെതായ ഒന്നുമില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം
ഇസ്ലാം അത് തത്വത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, മാൽ അള്ളാഹുവിൻ്റെതാണ്, അത് കൈകാര്യം ചെയ്യാനുള്ള അവകാശമാണ് മനുഷ്യനുള്ളത്. ഇത് ചെലവഴിക്കേണ്ടുന്നതിൻ്റെ നിയമങ്ങൾ അതുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ചു. ചെലവഴിക്കുന്നതിൻ്റെ അവസ്ഥ വെച്ചുകൊണ്ട് നമുക്ക് ഒരാളുടെ സ്വഭാവവും മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് സാമ്പത്തികമായ ഇടപാട് നടത്തിയാലാണ് ഒരാളെ തിരിയ എന്ന് പറയുന്നത്. അത് നമ്മളെ നാടൻ പ്രയോഗത്തിൽ അരമുറി തേങ്ങ പോയാലും അതിന്റെ സ്വഭാവം മനസ്സിലായി എന്ന് പറയുന്നത് അത് ഇത് തന്നെയാണ്. ശരിക്കും തേങ്ങയായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. അത് മുതൽ കളിക്കുമ്പോഴാണ് ഒരാളെ തിരിയാന്നുള്ളതാണ് ആ പറയുന്നത്. അപ്പൊ ഇസ്ലാമികമായിട്ട് ഒരു മധ്യമമായ ജീവിത ശൈലിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മുഴുവനും അങ്ങനെയാണ്. മധ്യമം എന്ന് പറയുമ്പോൾ സന്തുലിതമായിട്ടുള്ള, അങ്ങേയറ്റുമല്ല ഇങ്ങേയറ്റുമല്ല, നടുക്കാണ്. അതുകൊണ്ട് തന്നെ പിശുക്ക് ഇസ്ലാം നിരോധിച്ചിരിക്കുന്നു. പിശുക്ക് കാണിക്കരുത്, അല്ലേ? ബഖീലാവരുത്, ബുഖിൽ പാടില്ല. ഒന്നിനും ചെലവാക്കുന്നില്ല, ഇങ്ങനെ എന്താ പറയാ, ജീവിതം ആകപ്പാടെ കുട്ടിസായി എടങ്ങേറായി, ഒരാസ്വാദനവും ഇല്ല, ഒരു ഹരവും ഇല്ല, ഒരു പേരും ഇല്ല. ഉണ്ട് അങ്ങനെ ഒരു തരം ഇല്ലാത്തവനെ സംബന്ധിച്ചല്ല. ശരിക്കും തന്നെ ഇല്ലാത്തവന് പിന്നെ ഇല്ല. ഉള്ളവൻ എന്ത് ചെയ്യാൻ പാടില്ല? അങ്ങനെ ജീവിക്കരുത്. അനുഗ്രഹങ്ങൾ വെളിപ്പെടുത്തണം എന്നാണ്. അള്ളാഹു നിഅമത്ത് തന്നാൽ അത് വെളിപ്പെടുത്തണം. നല്ല തുണിയും കുപ്പായൊക്കെ ഇടണം, നല്ല വാഹനം വേണം, നല്ല വീടുണ്ടാക്കണം, നല്ല ഭക്ഷണം കഴിക്കണം. അതൊന്നും എന്ത് ചെയ്യരുത്? പിശുക്കരുത്. ഇല്ലാത്തവൻ ലോൺ എടുത്തിട്ട് അങ്ങനെ നിൽക്കണം എന്നല്ല, മനസ്സിലായില്ലേ? ഉള്ളവൻ അനുഗ്രഹങ്ങൾ വെളിപ്പെടുത്താം. എന്നാലോ ധൂർത്ത് പാടില്ല. 1.5 ഇഞ്ചിന്റെ പൈപ്പ് വേണ്ടി എടുത്ത് 4.5 ഇഞ്ച് വാങ്ങാം, നിന്റെ പൈസ അല്ലേ, കെട്ടക്കെട്ട അവിടെ, അങ്ങനെ വെക്കാൻ പാടില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരാൾ വീഡിയോ കണ്ടു, ഉള്ള പോലെ ബുള്ളറ്റ് സ്വർണം കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിന്റെ പല ഭാഗങ്ങളും. അപ്പൊ അയാൾക്ക് അതിനോടൊരു കമ്പം. അങ്ങനെ കമ്പം ഉണ്ടായതുകൊണ്ട് നിങ്ങളെ പൈസ അല്ല, നിങ്ങൾ എന്താക്കരുത്? ധൂർത്തടിക്കുക, പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി പൈസ ചെലവാക്കരുത്. പൈസങ്ങളതല്ല. അപ്പോൾ പിശുക്കിനും ധൂർത്തിനും മധ്യേ ഉള്ള ഒരു സന്തുലിതമായ മധ്യമമായ രീതിയാണ് സ്വീകരിക്കുന്നത്. ഇനി സമ്പത്ത് സമ്പാദിക്കുന്നിടത്തും കൃത്യമായ നിയമങ്ങളുണ്ട്. മോഷ്ടിക്കാൻ പാടില്ല. അപ്പൊ പ്രത്യേകിച്ച് ആരോടും പറയേണ്ടിയില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ എല്ലാവർക്കും അറിയുന്നത് വീട് കുത്തി തുറന്നിട്ട് മോഷ്ടിക്കണതിനെ കുറിച്ചാണ്. അല്ലാത്ത ജാതി മോഷണം പലരും നടത്തുന്നുണ്ട്. ചില ആൾക്കാർ വിചാരം അറബികളത് കട്ടാ പ്രശ്നമില്ല. അറബികളതേ പിന്നെ അത് ചിലര് വിചാരിക്കുന്നത് ഗവൺമെന്റിൻ്റെത് കട്ടാ കുഴപ്പമില്ല, അതുകൊണ്ട് കമ്പി വലിച്ച് KCB അങ്ങനെ വെച്ചു. അങ്ങനെയൊക്കെ മോഷണത്തിന് വ്യത്യസ്തമായ രീതികളുണ്ട്. നമ്മൾ കള്ളൻ എന്ന് പറയുമ്പോൾ മൊത്തം കരിവേര് തേച്ച് എണ്ണൊക്കെ തേച്ച് കണ്ണ് കെട്ടി വരുന്ന ഒരു കള്ളനെയാണ് കള്ളൻ എന്ന് പറയുമ്പോൾ ആലോചിക്കുക. കള്ളൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ മാത്രമല്ല, നല്ല തുണിക്കുപ്പായൊക്കെ ഇട്ട് ചിരിച്ച് ഡീസന്റ് എന്നാണ് അതിന് തന്നെ പറയണത്. ഒരു മോഷണവും പാടില്ല. പലിശ അങ്ങനെ സമ്പാദിക്കാൻ പാടില്ല. പലിശയും പൈസ ആയിട്ട് തന്നെ വേണമെന്നില്ല. പൈസ ആയിട്ട് വാങ്ങൽ മാത്രമല്ല പലിശ, അങ്ങനല്ല. അപ്പൊ ഞാനിപ്പോ അലികോക്കാനോട് ഒരു പൈസ കടം വാങ്ങിന്ന് വിചാരിക്കാം, ഇതുവരെ വാങ്ങിയില്ല, ഉദാഹരണം. അങ്ങനെ വാങ്ങിയതിന് പൈസ ആയിട്ട് കൊടുക്കണില്ല. അതേ സമയത്ത്
ഞാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇദ്ദേഹത്തെ വണ്ടിയിൽ കയറ്റിയിട്ട് കോഴിക്കോട്ടായി കൊടുക്കണം. അവിടുന്ന് അത് കഴിഞ്ഞാൽ എന്നെ വിളിക്കും, ഞാൻ വീട്ടിലായി കൊടുക്കണം. സാധാരണ നിലക്കാണെങ്കിൽ എന്നെ വിളിച്ചാൽ എനിക്ക് ഒഴിവുണ്ടെങ്കിലേ പോകേണ്ടതുള്ളൂ, പോയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഒരു സൗഹൃദ നിലക്കാണ്. നിങ്ങൾ ഇവിടെ ഉണ്ട് നമ്മൾ ഒന്നിച്ചു പോയിക്കൂടാ, അതൊരു സൗഹൃദമാണ്. ഇതല്ല, ഞാൻ അയാളോട് പൈസ വാങ്ങിപ്പോയല്ലോ, പൈസ തിരിച്ചു കൊടുക്കാനുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ആ കടപ്പെടുക എന്ന് പറയുന്ന സംഗതിക്ക് പകരം ഞാൻ കൊടുക്കുന്ന സർവീസ് എന്താണ്? പലിശയാണ്. പിന്നെ പണയപ്പരന്റെ കഥ പറയാനുണ്ടോ? പ്രത്യേകിച്ച് പറയണ്ട. പണയത്തിന് വാഹനം എടുക്കുന്നതിനെ കുറിച്ച് വേറെ പറയണ്ട. അങ്ങനെയാണ്. വളരെ കൃത്യമായി പശുവിനെയാണ് ഒരാൾ പണയം വെക്കുന്നത്. പണയം വെക്കാൻ പറ്റും, അതിന് പ്രശ്നമൊന്നുമില്ല, ഖുർആൻ തന്നെ അംഗീകരിച്ച കാര്യമാണ്. പക്ഷെ പണയ വസ്തു ഉപയോഗിക്കാൻ പാടില്ല. ഒരു പശുവിനെ പണയം വെച്ച് നിൽക്കുക, ഒരാൾ പൈസ കടമായി പശുവിനെ പണയം വെച്ചു, അത് ഗ്യാരണ്ടിയാണ്. പക്ഷേ പശുവിന് പുല്ല് കൊടുക്കണം, അതിന് ചെലവുണ്ടെങ്കിൽ ആ ചെലവിന് മാത്രമായി അതിന്റെ പാല് ഉടമക്ക് കുടിക്കാം, അതിര് കവിയരുത് എന്നാണ്. അപ്പോ ഒരു കാറ് എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് വന്നു, എന്നോട് പൈസ കടം വാങ്ങിപ്പോയി. ആ കാറ് ഞാൻ അങ്ങനെ തന്നെ നിർത്തിയിട്ട് ഒരു കൊല്ലം നിർത്തിയിട്ടാ പിന്നെ കാറ് ഓടിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അത് സ്റ്റാർട്ട് ചെയ്യണം, അതിൽ എണ്ണ അടിക്കണം, അത് ഇടയ്ക്ക് വർക്ക് ചെയ്യിക്കണം. അങ്ങനെ ചെയ്യാൻ മാത്രം എൻ്റെ കയ്യിൽ നിന്ന് എന്താണോ ചെലവാകുന്നത് അത്രത്തോളം എനിക്കത് ഉപയോഗിക്കാം, അതിനപ്പുറം ഉപയോഗിക്കരുത്. ഏതും പറഞ്ഞാൽ പിന്നെ ഓരോന്ന് ചോദിക്കണം. ഏതെന്ന് പറഞ്ഞാൽ പിന്നെ ചോദിക്കരുത്. മനസ്സിലാവാത്തോണ്ടാണെങ്കിൽ പറയാ, പിന്നെ കുടുങ്ങുകയും ചെയ്യരുത്. അതായത് വീട് പണയത്തിനെടുക്കുന്നത് പലിശയാകുന്നു, വാടക കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമല്ല. ഞാൻ നിങ്ങൾക്ക് 2 ലക്ഷം തരുന്നു, എന്നിട്ട് ഞാൻ നിങ്ങളെ വീട്ടിൽ താമസിക്കുന്നു. നിങ്ങൾ 2 ലക്ഷം തിരിച്ചു തരുമ്പോൾ ഞാൻ തിരിച്ചു പോകുന്നു. 2 കൊല്ലം താമസിച്ചാൽ, 1 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം ഞാൻ താമസിച്ചാൽ മാസത്തിൽ അത്തരം ഒരു വീടിന് നാട്ടിൽ 5000 റുപ്യാണ് മാസ വാടക എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? 5000 × 24 മാസം എന്ന് പറയുന്ന പൈസ അതിൻ്റെ പലിശയാണ്. അപ്പൊ അത് ഞാനിപ്പോൾ അത് വിശദീകരിച്ചാൽ പിന്നെ നമ്മൾ വിഷയം തീരൂല. ഇപ്പം അത്ര വെച്ചാൽ മതി, ബാക്കി നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചോദിക്കണ്ട. ഇനി അതേപോലെ ചൂതാട്ടം, ലോട്ടറി. നല്ല ചോദ്യമാണ്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഹറാം ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് സമ്മതം, നിങ്ങൾക്ക് സമ്മതം. അങ്ങനെ പറ്റുമെങ്കിൽ ഇത് പറ്റും. അള്ളാഹു അടിസ്ഥാനപരമായി ഹറാമാക്കിയ ഒരു കാര്യത്തിൽ പിന്നെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഇതേ ചോദ്യം വികസിപ്പിച്ചാൽ സാമ്പത്തിക ഇടപാടിനും പൈസ തന്നെ വാങ്ങണേനും അത് ബാധകാക്കാലോ. നിങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല. ഞാൻ 1000 റുപ്യ നിങ്ങളോട് കടം വാങ്ങി, 100 റുപ്യ, അല്ല നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് 1000 റുപ്യ കടം വാങ്ങി, 100 റുപ്യ പലിശ തരുന്നതിന് നിങ്ങൾക്ക് ഒരു സങ്കടവും ഇല്ല. നിങ്ങൾ ആവശ്യം തീരുന്നുണ്ട്, എൻ്റെ ആവശ്യവും തീരുന്നുണ്ട്, നിങ്ങൾ ആവശ്യവും തീരുന്നുണ്ട്, നമുക്ക് ഇഷ്ടമാണ് തമ്മിൽ കുഴപ്പമൊന്നുമില്ല, ഒരു വിഷമവും ഇല്ല. വാങ്ങാൻ പറ്റുമോ? 1000 രൂപ നിങ്ങൾക്ക് ഞാൻ കടം തരുന്നു, ഇല്ലാത്ത ആൾക്ക് തരാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് 1000 രൂപ കടം തരുന്നു, 100 രൂപ പ്രതിഫലം ഇങ്ങോട്ട് തരുന്നതിന് നിങ്ങൾക്ക് ഒരു സങ്കടവും ഇല്ല.
അങ്ങനെ പറയില്ലേ, ഇല്ലാന്ന് വെക്ക്. എന്നാ തരാൻ പറ്റുമോ എന്നാ ചോദിക്കുന്നേ. പറ്റൂലെങ്കിൽ ഇത് പറ്റൂല. നിരോധിക്കപ്പെട്ടൊരു ഇവിടെ ഇന്ത്യ ഗവൺമെന്റിൽ വ്യഭിചാരം കുറ്റകരമല്ലാത്ത എന്തുകൊണ്ടാ? ഉഭയകക്ഷി സമ്മതം ഉള്ളത് കൊണ്ടാണ്. ഇസ്ലാമിൽ നിങ്ങൾ എത്ര സമ്മതം ഉണ്ടായാലും ഇത് ഹറാം തന്നെയാണ്. കാരണം എന്താണ്? ഹറാമായ സാധനം സമ്മതം ഉണ്ടെങ്കിലും ഹറാം തന്നെയാണ്. ഹറാമായ സാധനം പരസ്പര സമ്മതം കൊണ്ട് ഒരു ഹലാലാവൂല. അതാണ്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലേ? ഇവിടെ പലിശക്കാരൻ എന്താ ചെയ്യുന്നത്? ഒരു പലിശക്കാരൻ പറഞ്ഞ ഡയലോഗാണ് ഞാൻ കേട്ടത്. അയാൾ പറയണം, വാങ്ങാൻ വരുമ്പോ എന്തൊരു ദയനീയ അവസ്ഥയാണ്, നിങ്ങൾ കൺകണ്ട ദൈവമാണ്, അതാണ് ഇതാണ്. എന്നിട്ട് വാങ്ങിക്കൊണ്ടുപോയിട്ട് തിരിച്ചു ചോദിക്കാൻ ചെന്നാൽ ഞാൻ ഗുണ്ടയായി, അല്ലേ, കച്ചവടക്കാരനായി, കണ്ണിച്ചോരില്ലാത്തവനായി. ഓൻ്റെ ആവശ്യത്തിനല്ലേ ഞാൻ സഹായിച്ചത്, ഓൻ നന്ദി കാണിക്കേണ്ടതിന് പകരം ചോദിച്ചു ചെല്ലുമ്പോ എന്നെ കണ്ണിച്ചോരില്ലാത്തവനാക്കുകയാണ് എന്ന് സങ്കടം പറയണ പലിശക്കാരനെ കണ്ടിരിക്കണ്. അതുകൊണ്ട് പലിശല്ല ഉണ്ടാവും. ശരി, അത് വേറെ സബ്ജക്റ്റാണ്, നിങ്ങൾ പഠിച്ചോളി. പണയം വെക്കുന്ന വീട്ടുകാര്, അല്ല പണയത്തിന് കൂടുന്ന വീട്ടുകാരെ ഭൗതികമായിട്ട് നിങ്ങൾ നിരീക്ഷിച്ചാലും മനസ്സിലാക്കാൻ കഴിയും, അവരാ കൊടുക്കുന്ന സാധാരണ നിലക്ക് ഒഴിവാകലില്ല. കാരണം അവർ നിവൃത്തികേട് കൊണ്ടാണെങ്കിൽ പോലും അവരെന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഹറാമായതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇയാൾ എന്തിനാ പണയം വെക്കുന്നത്? വാടക കൊടുത്ത് തീർന്നോണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അതേന്ന്. കഴിവില്ലാത്തവനെങ്ങനെ 2 ലക്ഷം കൊടുക്കുക? 2 ലക്ഷം രൂപ ഒരാൾ, ഞാനിപ്പോ നിങ്ങളെ വീട്ടിൽ താമസിക്കാൻ വരുമ്പോ 2 ലക്ഷം ഞാൻ നിങ്ങൾക്ക് തന്നു, എന്റെ അടുത്ത് ഇല്ലാഞ്ഞ തരാൻ പറ്റുമോ? എന്റെ ചോദ്യം, ഞാൻ നിങ്ങളെ വീട്ടിൽ പണയത്തിന് കൂടാൻ വരുമ്പോ നിങ്ങൾക്ക് പൈസ തരണമെങ്കിൽ എന്റെ അടുത്ത് പൈസ വേണ്ടേ? പിന്നെ ഞാൻ പണയത്തിന് കൂടുന്നതിനായി പൈസ തീർന്നു വരുന്നു വിചാരിച്ചിട്ടല്ലേ? അല്ലേ? പൈസ തീർന്നു വരുന്നു വിചാരിച്ചിട്ടല്ലേ? അതാണ് പറഞ്ഞത്. എന്നാണ് പറഞ്ഞത്? പലിശയാണ്. ഓക്കെ, സംശയം പിന്നെ തീർക്കാം. നിങ്ങൾ ബേജാറായല്ലേ? ഇത് ഹറാമാന്ന് വിചാരിച്ചോളി, ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിവായും ചെയ്തോളി. സംശയം പിന്നെ തീർക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ധനം ചെലവഴിക്കുന്ന സ്വഭാവം അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിസ്കാരത്തിന്റെ റക്അത്തും ഷർത്തും ഫർദും ഒക്കെ പഠിപ്പിച്ചു തന്ന പോലെ പണം ചെലവഴിക്കുന്ന കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സമ്പാദിക്കുന്ന വിഷയത്തിൽ ഇന്നതിന്നത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത് ചെയ്യരുത്, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഒരാൾ വില പറയുന്നത് അയാൾ കച്ചവടം ഒഴിയാതെ നിങ്ങൾ വില പറയരുത്. ഇന്ന് നടക്കുന്ന കച്ചവടമൊക്കെ അങ്ങനത്തെ ആണോ നിങ്ങൾ പരിശോധിക്കണം. നിങ്ങളെ പറമ്പ് ഒരാൾ വന്ന് വില പറഞ്ഞാൽ അയാളും നിങ്ങളും തമ്മിലുള്ള ഡീലിങ്സ് ഒഴിവായതിന് ശേഷം വേറെ ആൾ അതിൻ്റെ മുകളിൽ വില പറയാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ പറമ്പ് മാത്രമല്ല, പെണ്ണ് കാണാൻ തന്നെ പോണ എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ഒരുത്തിയിൽ ഒരിക്കലും ഒരേ പോക്കാണ്. നന്മണ്ട ഒന്നിനെ കാണണോ, ബാലുശ്ശേരി ഒന്നിനെ കാണണോ, അല്ലേ, ഉള്ളിയിൽ ഒന്നിനെ കാണണോ. ഗൾഫിൽ നിന്ന് വന്നാൽ അധികം ലീവില്ല, രാവിലെ വണ്ടി എടുത്ത് പോവാണ്. നന്മണ്ടടുത്ത് കണ്ട് ചായ കുടിച്ച് വിവരം തരട്ടോ പറഞ്ഞ്, പിന്നെ അപ്പുറത്തും കണ്ട് മറ്റൊടത്തും കണ്ട്, പിന്നെ മൊത്തം യോഗം കൂടിയിട്ട് ഏതിനാ എടുക്കുകയെന്ന് പാടില്ല. അപ്പൊ അങ്ങനെ എല്ലാ ഇടപാടുകൾക്കും കൃത്യമായ നിയമമുണ്ട്. ഇനി ചെലവഴിക്കുന്നിടത്തും കൃത്യതയുണ്ട്. അപ്പോ ലോട്ടറി, ചൂതാട്ടം, ഇതൊക്കെ പ്രശ്നമാണ്. ഇനി അത് ഞാൻ പറഞ്ഞ നിങ്ങൾ ഇനി പിന്നെ ഇങ്ങനെ സംശയത്തിൽ ഉടപ്പ് പറയില്ല, പിന്നെ പറയാം. ചെലവഴിക്കുന്നിടത്ത് 2 തരം ചെലവഴിക്കലുകളുണ്ട്. അതിലൊന്ന് ഭൗതികമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളുടെ നിർവഹണത്തിന് ഉള്ള ചെലവഴിക്കലാണ്. നിങ്ങളുടെ പൈസയാണ് എന്ന് ആണല്ലോ വിചാരിക്കണേ. തൽക്കാലം നമ്മളതാണ്. ഒരു സാധനം 10 ഉറുപ്പ്യക്ക് കിട്ടാനുണ്ട്, അതേ സാധനം ഇപ്പുറത്ത് 15 ഉറുപ്പ്യക്ക് കിട്ടാനുണ്ട്. ഇപ്പൊ എന്നെപ്പോലുള്ള ഒരാൾ 10 ഉറുപ്പ്യന്റെ സാധനം വാങ്ങലൊരു മോശമല്ലേ? എന്നിട്ട് 15 ഉറുപ്പ്യന്റെ പോയി വാങ്ങാൻ പാടില്ല. വാങ്ങൂലെന്നൊക്കെ നമ്മൾ ഇവിടുന്ന് പറയാണ്.
അങ്ങനല്ല. നമ്മൾ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇതേപോലുള്ള സാധനമല്ലല്ലോ, സാധനം മാറിയില്ലേ? അപ്പോ ഇങ്ങനെ കുറെ സംഗതികളുണ്ട് ചെലവഴിക്കുന്നിടത്ത്. ഭൗതികമായി നമ്മുടെ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാം, തെറ്റുകൾക്ക് ചെലവഴിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ കൈക്കൂലി തെറ്റാണ്. വേറെയുള്ള ആളുകളെ മറ്റേതെങ്കിലും വിധത്തിൽ വശപ്പെടുത്താൻ കൊടുക്കുന്ന വേറെന്തെങ്കിലും സംഗതി ഉണ്ടെങ്കിലും ഒക്കെ ചെലവഴിക്കുന്നിടത്തുള്ള തെറ്റുകളാണ്. ഇനി ഭൗതികമായി നമ്മുടെ ആവശ്യ പൂർത്തീകരണം എന്ന നിലക്കല്ലാതെ ആത്മീയമായ ചെലവഴിക്കൽ, നമ്മുടെ സബ്ജക്റ്റ് അതാണ്. ആത്മീയമായ ചെലവഴിക്കലുകൾക്ക് ഇസ്ലാമിൽ ഒരുപാട് ചാൻസ് ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അത് പക്ഷേ ഓപ്ഷണൽ അല്ല. നമുക്ക് ഇന്നതെന്ന് തീരുമാനിക്കാനൊന്നും പറ്റൂല. നിർബന്ധ ദാനമാണ്. അത് ഇന്ന സാധനത്തിന് ഇത്ര എന്ന് അള്ളാഹു തന്നെ പഠിപ്പിച്ചു തന്നതാണ്. ഇപ്പൊ 2.5% ഉണ്ട്, 5% ഉണ്ട്, 10% ഉണ്ട്. അപ്പൊ 10% സക്കാത്ത് കൊടുക്കേണ്ട സാധനത്തിന് 2.5% കൊടുത്താൽ മതിയാവില്ല. സക്കാത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ പോരാ, അത് കൃത്യമാണ്. പിന്നെ ഒരു മാർഗമാണ് നമ്മൾ സ്വതക്ക എന്ന് പറയുന്ന. ഞാൻ പറയാൻ കാരണം, ഖുർആനിൽ ഈ സക്കാത്തും സ്വതക്കയും പര്യായ പദങ്ങളായിട്ട് മാറി മാറി ഉപയോഗിച്ചത് കാണാൻ പറ്റും. അപ്പൊ സ്വതക്ക എന്ന് പറഞ്ഞാൽ അത് ഐച്ഛിക ദാനമാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ സമീപിക്കരുത്. സക്കാത്തിന്റെ അവകാശികൾ ആര് എന്ന് ചോദിച്ചാൽ ഇന്നമ സ്വദഖാതു ലിൽ ഫഖർ അങ്ങനെ പറയാം. അപ്പൊ സ്വതക്കന്റെ അവകാശികളാണ് പറയുന്നതല്ലോ, അതിപ്പോ സക്കാത്തിന് ബാധകമല്ലല്ലോ എന്ന് വെക്കരുത്. അത് സക്കാത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഖുദ് മിൻ അംവാലിഹിം സ്വദഖ, നിങ്ങൾ അവരിൽ നിന്ന് സക്കാത്ത് പിടിച്ചെടുക്കുക എന്നാണ്. അല്ലാണ്ട് സ്വതക്ക പിടിച്ചെടുക്കാൻ പറ്റൂലല്ലോ. സ്വതക്ക ഓരോരുത്തരും തന്നിഷ്ടത്തിന് കൊടുക്കണല്ലോ. അപ്പോൾ ഫിഖ്ഹിന്റെ ഭാഷയിൽ നമ്മൾ സക്കാത്ത് സ്വതക്ക എന്നൊക്കെ പറയുന്ന അർത്ഥമായിരിക്കില്ല ഖുർആനികമായ ഭാഷയിൽ ഉണ്ടാവുക എന്ന് പ്രാഥമികമായി മനസ്സിലാക്കി വെക്കുക. പിന്നെ അതെങ്ങനെയാ മനസ്സിലാവുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ശാസ്ത്രവും സംഗതികളും കണക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവും. അങ്ങനെയാണ് അവരത് മനസ്സിലാക്കിയെടുത്തത്. പിന്നെ ഈ പറഞ്ഞ ആയത്തിൽ പറയുന്നത് സ്വതഖത്തുൻ ജാരിയ എന്നൊരു സ്വതക്കയാണ്. എന്ന് പറഞ്ഞാൽ നിലച്ചു പോകാത്ത ദാനമാണ് സ്വതഖത്തുൻ ജാരിയ. ജാരിയ എന്ന് പറഞ്ഞാൽ ഒഴുകുന്നത്. സ്വതഖത്തുൻ ജാരിയ ഒഴുകുന്നത്. അത് ഏതുപോലെയാണ്? മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് സബഅ സനാബില ഫീ കുല്ലി സുബ്ബലത്തിൻ മിഅത ഹബ്ബ. ഒരു മാങ്ങന്റെ അണ്ടി നിസ്സാരമായ ഒരു സാധനമാണ്. പക്ഷെ അത് അത്ര ഒരു നിസ്സാരമല്ല. എന്തുകൊണ്ടാണ്? ആ അണ്ടി ഒഴിച്ചിട്ടൊരു മാവായാൽ അതിൽ നിന്ന് എത്ര മാങ്ങയാണ് ഉണ്ടാവുന്നത് നമുക്കിപ്പോൾ പറയാൻ തന്നെ പറ്റൂല. 10,000 മാങ്ങ ഉണ്ടാവാം. അത് പിന്നെയും തൈയായിട്ട് അതിൽ നിന്ന് എത്ര മാവ് ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ സംഭവം നമ്മളെ കയ്യിൽ ഈമ്പിക്കോലായിട്ടുള്ള ഈ ഒരു മാങ്ങാണ്ടി എന്ന് പറയുന്ന സാധനം എത്ര മാവുകളെയാണ് ഉൾക്കൊള്ളുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളിത് ചെലവഴിച്ചാൽ ഒരു ധാന്യമണി അതിന് 7 കതിരുകൾ. ആ ഓരോ കതിരിലും 100 ധാന്യമണികൾ. അപ്പൊ 700 ഇരട്ടി. ഇങ്ങനെയാണ് സ്വതഖത്തുൻ ജാരിയ എന്ന് പറയുന്ന സംഭവം. ഈ സ്വതഖത്തുൻ ജാരിയയുടെ വ്യവസ്ഥാപിതമായ പ്രയോഗവൽക്കരണത്തിനാണ് വഖഫ് എന്ന് പറയാം. വഖഫ് എന്നാണ്. വഖഫ് എന്ന് പറയുന്നതിൻ്റെ വാക്കർത്ഥം നമ്മൾ മുമ്പേ പറഞ്ഞു പരിചയമുള്ളതാണ്. ആയത്തുകൾ വഖഫ് ചെയ്യുമ്പോൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇന്നടുത്ത് വഖഫ് ചെയ്യുമ്പോൾ എന്നതാണ് നിയമം എന്നൊക്കെ തജ്വീദ് പഠിക്കുമ്പോൾ പറയലുണ്ട്. വഖഫ് എന്ന് പറഞ്ഞാൽ നിർത്തുക, പിടിച്ചു നിർത്തുക എന്നതാണ്. എന്നാൽ അതിൻ്റെ ഇസ്തിലാഹിയായിട്ട് ഏതൊരു ഇസ്ലാമികമായ പദത്തിനും ഒരു ഭാഷാപരമായ അർത്ഥം ഉണ്ടാവും, ഒരു സാങ്കേതികമായ അർത്ഥം ഉണ്ടാവും.
സക്കാത്ത്, അതിനൊരു വാക്കർത്ഥം ഉണ്ടാവും, അതാണ് ഭാഷാപരമായ അർത്ഥം. എന്നാൽ ഇസ്ലാമിൽ സക്കാത്ത് എന്ന് പറയുമ്പോൾ അതിനൊരർത്ഥം ഉണ്ടാവും. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാത്തവരാണ് ഖുർആൻ ഓതിയിട്ട് സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ സംസ്കരിക്കലാണ്, നന്നാക്കലാണ് എന്നൊക്കെ പറയണത്. ഇത് രണ്ടും ഉണ്ട്. അപ്പോ ഭാഷാപരമായ ഒരർത്ഥം ഉണ്ടാകും, അതോടൊപ്പം സാങ്കേതികമായ ശർഈയായ ഒരർത്ഥവും ഉണ്ടാകും. ആ ശർഈയായ അർത്ഥം സക്കാത്തിൻ്റെത് നിർബന്ധദാനം എന്നാണ്, ചുരുക്കി പറഞ്ഞാൽ. ഇതുപോലെ വഖഫ് എന്നതിൻ്റെ വാക്കർത്ഥം പിടിച്ചു നിർത്തുക എന്നാണ്. അതിൻ്റെ ഫിഖ്ഹിയ, അതിൻ്റെ ശർഈയായ അർത്ഥം അടിസ്ഥാനം നിലനിർത്തി അതിൻ്റെ പ്രയോജനങ്ങളും ഫലങ്ങളും ദാനം ചെയ്യുക. അടിസ്ഥാനം നിലനിർത്തുക, അതിൻ്റെ ഫലങ്ങൾ ദാനം ചെയ്യുക. അപ്പോൾ ദാനവും വഖഫും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദാനവും വഖഫും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദാനം എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഈ പേന ഞാൻ ഒരാൾക്ക് ദാനം ചെയ്തു എന്ന് വിചാരിക്കുക. അത് സ്വീകരിച്ച വ്യക്തിക്ക് ഈ പേനയിൽ പൂർണ്ണമായ ഉടമസ്ഥാവകാശമുണ്ട്. പൂർണ്ണമായ ഉടമസ്ഥാവകാശം നേരത്തെ ഞാൻ പറഞ്ഞ അള്ളാൻ്റെതാണ് എല്ലാം എന്നുള്ള നിലക്കുള്ളതല്ല, അള്ളാഹ് അനുവദിച്ചു തന്ന അർത്ഥത്തിലുള്ളത്. ആ അവകാശമുണ്ട്. ആ അവകാശമുള്ളത് കൊണ്ട് അയാൾക്ക് ഈ പേന വിൽപ്പന നടത്താം. അയാൾ മരിച്ചാൽ എൻ്റെ ഉപ്പൻ്റെ പേനയാണെന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് അതെടുക്കാം. ഇനി അയാൾക്ക് തന്നെ വേറെ ഒരാൾക്ക് ഇത് ദാനം ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? ഇത് കിട്ടിയാക്കുണ്ട്. അതാണ് ദാനം. വഖഫ് എന്ന് പറയുമ്പോൾ, ഞാൻ കക്കോളി മദ്രസക്ക് ഈ പേന വഖഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കമ്മിറ്റിക്കോ പ്രിൻസിപ്പാളിനോ അധ്യാപകനോ കുട്ടിക്കോ ഒന്നും ഇത് എടുത്തുകൊണ്ടാൻ പറ്റില്ല. ഇതുകൊണ്ട് എഴുതാനേ പറ്റും. എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ നിലനിർത്തിയേ ഇതിൻ്റെ പ്രയോജനം ഉദ്ദേശിക്കപ്പെട്ട രീതിയിൽ ചെലവഴിക്കുക. അപ്പൊ ഇത് ഒരാളുടേതുമായിരിക്കും. വാക്കിഫ് എന്ന് പറയും, വഖഫ് ചെയ്ത ആൾക്ക്. വാക്കിഫിന് പോലും പിന്നെ അതിലെന്തില്ല? അവകാശം. അപ്പൊ അതിങ്ങനെ കാണുമ്പോ പിന്നെ ഞാൻ വഖഫ് ചെയ്താണ് ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം അയാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഏത് ഉദ്ദേശത്തിനാണോ ഒരു കാര്യം വഖഫ് ചെയ്തത്, ആ ഉദ്ദേശത്തിനകത്താണ് വാക്കിഫും പെടുകയെങ്കിൽ അയാൾക്കും അത് ഉപയോഗപ്പെടുത്താം. മനസ്സിലായില്ല? ഇപ്പോ ഞാൻ വഖഫ് ചെയ്ത സാധനം ഇവിടെ ഉള്ള ആളുകൾക്കുള്ള കുടിവെള്ളമാണെന്ന് വിചാരിക്കുക. അപ്പൊ എനിക്കിത് അയച്ചാലും കുടിക്കാം. കാരണം എന്താണ്? നിന്റെ സക്കാത്ത് നിനക്ക് എടുക്കാൻ പറ്റുമോ? പറ്റൂല. ഞാൻ സക്കാത്ത് കൊടുത്തു, ഇനി എനിക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റൂല. അതേ സമയത്ത് വഖഫ് ചെയ്താൽ, ഈ വഴിയാത്രക്കാർക്ക് കുടിവെള്ളം എന്ന് പറയുന്ന സംഗതിയാണ് ഞാൻ വഖഫ് ചെയ്തത്. ഞാൻ ഇതിലെ വയ്യോമ്പോ എനിക്ക് അയച്ചാൽ എനിക്ക് കുടിക്കാം. ഇതാണ് വഖഫ്. ഞാൻ പള്ളി വഖഫ് ചെയ്താൽ ആ പള്ളിയിൽ എനിക്ക് നിസ്കരിക്കാം. അല്ലെങ്കിൽ പിന്നെ വഖഫ് ചെയ്താൽ വേറെ പള്ളിയിൽ പോകേണ്ടി വരും. അപ്പൊ ഓരോന്നും സക്കാത്ത് വേറെയാണ്, സദഖ വേറെയാണ്, വഖഫ് വേറെയാണ്. ഇപ്പൊ മനസ്സിലായി? പ്രായശ്ചിത്തം വേറെയാണ്. ഓരോന്നിനും ഓരോ കണക്കുണ്ട്. അപ്പോൾ വഖഫാകണമെങ്കിൽ വഖഫ് ചെയ്യുന്ന വ്യക്തിയുടെ മേൽ ആ വഖഫ് സ്വത്തിന് പൂർണ്ണാധികാരം ഉണ്ടായിരിക്കണം. ഞാൻ അങ്ങനെ നടന്നു വേണം ആ ബിൽഡിംഗ് ഞാൻ വഖഫ് ചെയ്തിരിക്കും, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ആ ബിൽഡിങ്ങിൻ്റെതെല്ലാം എൻ്റെ ഉടമസ്ഥതയിലുള്ളതേ എനിക്ക് വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ വഖഫിനെ കുറിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന വമ്പിച്ച കള്ളപ്രചാരണങ്ങൾ എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഓരോന്നും ഇങ്ങനെ സ്വന്തമാക്കി അത് പിടിച്ചെടുത്ത് ഇത് പിടിച്ചെടുത്ത് ഇതൊന്നും പിടിച്ചെടുത്ത വഖഫാവൂല. നിർബന്ധിത മതം മാറ്റം എന്ന് പറഞ്ഞ പോലെയാണ്. ഒരാളെ നിർബന്ധിച്ച് ഇസ്ലാമാക്കാൻ കഴിയൂല.
കാരണം ഇസ്ലാം ഹൃദയത്തിൽ ഉണ്ടാവേണ്ടതാണ്. ഒരാളെ നിർബന്ധിച്ച് തോക്ക് ചൂണ്ടിയിട്ട് ചൊല്ലടാ കലിമ എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ അയാൾ കൂടിപ്പോയാൽ മുനാഫിക്കയാവും. കാരണം ജീവനിൽ കൊതി ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ അയാൾ എന്ത് ചെയ്തിരുന്നിരിക്കും, ഞാൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അയാളുടെ കൽബിൽ ഇസ്ലാം ഇല്ലെങ്കിൽ അയാൾ എന്താവൂല, മുസ്ലിം ആവൂല. അപ്പൊ പിന്നെ നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്നത് സംഭവിക്കൂല ഇസ്ലാമിൽ. കാരണം ഒരാളെ നിർബന്ധിച്ചിട്ടാക്കാൻ പറ്റുന്നതല്ല ഇസ്ലാം. ഇതുപോലെയാണ് വഖഫ് എന്ന് പറയുന്നത്. ഉടമസ്ഥാവകാശമില്ലാത്ത ഒരാൾക്ക് വഖഫ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്തത് വഖഫ് ആകൂല. ഇനി വാഖിഫ് ബുദ്ധിയുള്ളവനായിരിക്കണം. ബുദ്ധിയുള്ളവൻ എന്ന് പറഞ്ഞാല് നമ്മള് ദേഷ്യം പിടിച്ച് ചീത്ത പറയുമ്പോൾ എനിക്ക് ബുദ്ധിയില്ല, അതല്ല. മന്ദബുദ്ധിയായ ഒരാൾ, മാനസിക രോഗിയായ ഒരാൾ, അത്തും വിത്തുമായ ഒരാൾ, ഇവർക്കൊന്നും വഖഫ് ചെയ്യാൻ പറ്റൂല. കാരണം അയാൾ എന്താ പറയണ അയാൾക്ക് തന്നെ അറിയില്ല. എന്താണ് ഞാൻ പറയുന്നത് എന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഞാനെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വഖഫ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ അതേസമയം വഖഫ് ചെയ്യണമെങ്കിൽ മുസ്ലിം ആകണം എന്നില്ല. അതാ നിയമം. കാരണം നിസ്കാരം മുഅ്മിനീന് മാത്രമുള്ളതാണ്, നോമ്പ് മുഅ്മിനീന് മാത്രമാണ്, സക്കാത്ത് പോലും മുഅ്മിനീന് മാത്രമാണ്. മുഅ്മിനായ ആളുകളോട് സക്കാത്ത് വാങ്ങുമ്പോൾ ആ രാജ്യത്തെ മുഅ്മിനല്ലാത്ത പൗരന്മാർ അവരുടെ ജീവനും സ്വത്തിനും നൽകുന്ന സംരക്ഷണത്തിന് പകരമായി സർക്കാരിന് കൊടുത്തിരുന്നതാണ് ജിസിയ എന്ന് പറയുന്ന സാധനം. അപ്പോ ഒരു നാട്ടില് മുസ്ലിമും ഉണ്ട്, മുസ്ലിം അല്ലാത്ത ആളും ഉണ്ട്. ആ രാജ്യം ഭരിക്കുന്ന ആൾക്ക് മുസ്ലിമായ വ്യക്തി ജിസിയ കൊടുക്കണ്ട, പക്ഷെ അയാൾ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് എന്ന് പറയുന്നത് ജിസിയയുടെ അത്ര ചെറുതല്ല. അത് 2.5, 5, 10% ചില സാധനത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ ഓരോന്നിനും. അപ്പൊ അത് വലിയ സംഖ്യയാണ്. പക്ഷെ മുസ്ലിം അല്ലാത്ത ഒരാളടുത്ത് കോടാനുകോടി ഉറുപ്പുണ്ടെങ്കിലും അയാൾ സക്കാത്ത് കൊടുക്കണ്ട. അപ്പൊ അയാളുടെ ജീവനും സ്വത്തിനും രാഷ്ട്രം നൽകുന്ന സംരക്ഷണത്തിന് കൊടുക്കുന്ന നികുതിയാണ് ജിസിയ. ഇതിനെ പിൽക്കാലത്ത് തെറ്റിദ്ധരിപ്പിച്ചിട്ട് പറഞ്ഞു മുസ്ലിം രാജ്യങ്ങള് മുസ്ലിം അല്ലാത്തവരടുത്തുനിന്ന് ജിസിയ വാങ്ങി, മുസ്ലിങ്ങളടുത്തുനിന്ന് ജിസിയ അല്ല. സംഗതി എന്താണ്? മുസ്ലിങ്ങള് ഈ ജിസിയനേക്കാൾ എത്രയോ ഇരട്ടി വരുന്ന സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോ സക്കാത്ത് മുസ്ലിമാണ് കൊടുക്കേണ്ടത്. അതേ സമയത്ത് വഖഫ് ചെയ്യാൻ മുസ്ലിം ആകണം എന്നില്ല. അത് വഖഫിലെ ഒരു നിയമമാണ്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു, ഒന്ന് അയാൾക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ അയാൾ സ്വതന്ത്രനായിരിക്കണം. അയാൾക്ക് ബുലൂഗ് എത്തണം എന്ന് പറഞ്ഞാൽ അയാൾ പ്രായപൂർത്തി എത്തണം. അയാൾക്ക് സ്വത്തിന്റെ മേൽ ഉടമസ്ഥാവകാശം ഉണ്ടാകണം. അതേപോലെ വേറെ ആർക്കെങ്കിലും കൊടുക്കാനുള്ള മുതലാവാൻ പാടില്ല. എല്ലാവർക്കും കൂടി വിതരണം ചെയ്യാനുള്ളൊരു മുതലാണ്. എല്ലാവരും വരുന്നതിന് മുമ്പ് ഞാൻ വേഗം അങ്ങ് വഖഫ് ചെയ്യട്ടെന്ന് വിചാരിച്ചാൽ പറ്റൂല. ഇനി അതെ, അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കണം. കുറച്ച് കാലത്തേക്ക് വഖഫ്, പിന്നെ കൂടെ എന്നാ വേണ്ടിന്ന് പറയാനും പറ്റൂല. അതേപോലെ ഹലാലായ ഉദ്ദേശമായിരിക്കണം. ഹലാലായത് പറഞ്ഞാൽ ഇസ്ലാം പുണ്യമാക്കിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് വഖഫ് ചെയ്യേണ്ടത്. ഏതോ ഒരു കുരുത്തം കെട്ടോ ചീട്ട് കളിക്കാനുള്ള മേശ വഖഫ് ചെയ്യാൻ പറ്റുമോ? അത് വഖഫാവൂല. അതായത് ഇസ്ലാം പുണ്യമാക്കിയിട്ടുള്ള കാര്യങ്ങൾക്കേ മറ്റേയാൾക്കും വഖഫ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പുണ്യകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വഖഫ്. ഇങ്ങനെയൊക്കെയുള്ള നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ് ഒരു സംഗതി വഖഫാവുള്ളൂ. പക്ഷെ ഒരു കാര്യത്തിന് വഖഫ് ചെയ്താൽ ആ കാര്യത്തിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് പിൽക്കാലക്കാരുടെ മേൽ ബാധ്യതയാണ്. നോക്കി നടത്തുന്ന ആള്, ഈ നോക്കി നടത്തുന്ന ആള് എന്ന് പറയുന്നതിന്റെ സ്ഥാനത്താണ്
ബ്രിട്ടീഷ് കാലം മുതൽ ഇന്ത്യയിൽ ഈ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ സാധനം, അതിനൊരു സംവിധാനം ബ്രിട്ടീഷുകാരുടെ കാലത്തിന് ഉണ്ടാക്കിയതാണ്. അതിനെ തുടർന്ന് വരികയാണ്. പിന്നീട് അത് പലതവണ ഭേദഗതി വരുത്തി. അതിൻ്റെ ഭേദഗതികളെല്ലാം അത് കുറ്റമറ്റതാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു മുൻകാലത്ത് ചെയ്ത ഭേദഗതികളൊക്കെ. ഇപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഭേദഗതി ചെയ്തത് എന്നുള്ള വ്യത്യാസമാണ്. അപ്പൊ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പറഞ്ഞ സംഗതിക്കൊക്കെ എതിരാണ്. ഇന്ത്യൻ റെയിൽവേക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥലമുള്ളത്, പിന്നെ സ്ഥലമുള്ളത് മിലിറ്ററിക്കാണ്, പിന്നെ സ്ഥലമുള്ളത് വഖഫ് ബോർഡിനാണ്. വഖഫ് ബോർഡിന് സ്ഥലമില്ല. വഖഫ് ബോർഡിനാകെ ഉള്ളത് വഖഫ് ബോർഡിന്റെ ചില ഓഫീസും സംവിധാനങ്ങളും വണ്ടിയും അങ്ങനെയൊക്കെ തുടങ്ങിയ കുറഞ്ഞ സ്വത്തേ ഉണ്ടാവും. ഒരു ATM കൗണ്ടറിന് മുമ്പിൽ ഇരിക്കുന്ന വാച്ച്മാനെ കണ്ടിട്ട് ഒരാൾ പറയാണ്, അയാൾക്ക് ഇത്ര പൈസയാ, എന്താ അയാളെത്തുള്ള മുതല്, അയാളതാണത്. അയാൾക്ക് ആകെ കഴിയുക ഇത് കുത്തി തുറന്നാരോ എടുത്തുണ്ടോ ഇല്ലേ നോക്കുക എന്നുള്ള പണിയാണ്. അങ്ങനെ എന്തൊക്കെ ചെയ്താൽ ഉടനെ വിസിലടിക്കുക എന്നുള്ള പണിയാണ്. നമ്മളൊക്കെ നാട്ടിലുള്ള ഈ വാച്ച്മാൻമാർക്ക് വാച്ച്മാനെ പറയാൻ പാടുള്ളൂ, സെക്യൂരിറ്റി പോലും അല്ല അവര്. കാരണം സെക്യൂരിറ്റി പറഞ്ഞാൽ ഇത് പൊളിക്കാൻ വന്നതിന് പിടിച്ചേക്കാനുള്ള ഒരു കഴിവെങ്കിലും ഉണ്ടാകണ്ടേ. ഇത് വാച്ച് ചെയ്യാനുള്ള കഴിവേ അവർക്കുള്ളൂ. ആരോഗ്യം ക്ഷയിച്ച വൃദ്ധരായ റിട്ടയർഡായ രോഗികളായ ആൾക്കാരൊക്കെയാണ് പലപ്പോഴും ഈ പണിയെടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ മതി, അവർക്ക് മറ്റുള്ളവരെ ഇൻഫോം ചെയ്യാനുള്ള ഒരു ശേഷി മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷെ അയാളുടെ നല്ലല്ലോ ആ മുതല്. ഇതുപോലെ വഖഫ് ബോർഡിൻ്റെതല്ല ഈ കണ്ട സ്വത്തൊന്നും. ഇപ്പോ JDT വഖഫാണ്, അത് അതിന്റെ സെക്രട്ടറിന്റെ അല്ലല്ലോ, അതായിരിക്കും പുറേ കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. അതവിടെ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോവുക, അവിടെ കള്ളം വരുന്ന നോക്കുക, ഇതാണല്ലോ ചെയ്യാൻ പറ്റും. ഫാറൂഖ് കോളേജ് അത് ഏതെങ്കിലും ഒരാളുടേതല്ല. പിന്നെ ഇത് കൈകാര്യം ചെയ്യുന്നവർ ഏതെങ്കിലും കാലത്ത് വീഴ്ച വരുത്തിയോ തകരാറുകൾ ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിച്ചാൽ അത് അവരുടെ ഭാഗത്ത് വന്നിട്ടുള്ള വീഴ്ചകളും തകരാറുകളുമാണ്. അതിന് അവർ അള്ളാന്റെ മുമ്പിൽ സമാധാനം ബോധിപ്പിക്കേണ്ടി വരും എന്നേ ഉള്ളൂ, അവരതല്ല. ഇതിന്റെ ഗുണഭോക്താക്കൾ ആരായിരിക്കണം? ഗുണഭോക്താക്കൾ മുസ്ലിങ്ങളായിരിക്കണം എന്നില്ല. അതേസമയത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്തതായിരിക്കും ചില സാധനം എന്ന് വിചാരിക്കുക, അപ്പൊ അത് മുസ്ലിങ്ങൾക്കുള്ളതായിരിക്കും. അപ്പൊ പള്ളി, മദ്രസ, യത്തീംഖാന തുടങ്ങിയ സ്ഥാപനങ്ങൾ മാത്രമല്ല വഖഫ്. വഖഫ് എന്ന് പറയുന്നത് ഏത് കാര്യത്തിന്, അപ്പൊ നമുക്ക് വളരെ കൗതുകം തോന്നും ചില വഖഫുകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിട്ടുള്ള വഖഫുണ്ട്. ഇപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഖൈബറിൽ സ്ഥലം കിട്ടി. അപ്പൊ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എനിക്ക് അള്ളാഹിന്റെ മാർഗത്തിൽ ഇത് ചെലവഴിക്കണം, എങ്ങനെ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നീ എന്ത് ചെയ്യേ, അതവിടെ നിലനിർത്തി, എന്നിട്ട് അതിൻ്റെ ആദായം അർഹരായ ആളുകൾക്ക് കൊടുക്കുക. അങ്ങനെ അഗതികൾക്ക്, അനാഥർക്ക്, വഴിപോക്കർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇസ്ലാമിലെ ആദ്യകാല വഖഫുകളിൽ ശ്രദ്ധേയമായ ഒന്നായിരുന്നു. മദീനത്തിൽ ചെന്നപ്പോൾ കിണറിലെ വെള്ളമുണ്ട്, പൈസക്ക് വിൽക്കുന്നു. പാവങ്ങൾ, അവിടെയുള്ള ആൾക്കാർക്ക് വെള്ളം യഥേഷ്ടം കിട്ടാനില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ ബീറു റൂമ, അവിടെയൊക്കെ കിണറിന് പേരിടുന്ന പരിപാടിയുണ്ട്. ബീറു ഹുദൈബിയ എന്ന കിണറിന്റെ പേരാണ് പിന്നെ നാടിന് ആ പേരായിട്ട് കിട്ടിയത്. ഇതുപോലെ ബീറു റൂമ, റൂമയുടെ കിണർ ആൾക്കാർ പൈസ കൊടുത്തിട്ട് വെള്ളം വാങ്ങണം. പൈസ കൊടുത്ത് വെള്ളം വാങ്ങണമെന്നാണ് ഇപ്പം നമുക്ക് ഞെട്ടലൊന്നുമില്ല. നമ്മളും പൈസ കൊടുത്തിട്ട് തന്നെയാണ് ഇപ്പോൾ വെള്ളം വാങ്ങുന്നത്. അത് കുപ്പിയിലാണെങ്കിലും പൈപ്പിലാണെങ്കിലും ഒക്കെ പൈസ കൊടുത്തിട്ടാണ്. പക്ഷേ ഒരു 30-35 കൊല്ലം മുമ്പ് കക്കോടി ബസാറിൽ ഒരാൾ വെള്ളത്തിന് പൈസ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഐസ് വാട്ടറിന് 5-10 പൈസ കൊടുത്താൽ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഐസ് ഉണ്ടല്ലോ. ഒരു പീടികയിൽ ചെന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരുന്ന തന്നെ അതിന് പൈസ കൊടുത്താൽ നമ്മൾ പിന്നെ ആ പീടികക്കാരനെ എന്താ പറയുക, ഇപ്പം നമുക്കിത് ശീലമായിപ്പോയി, വെള്ളം പൈസ കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ മദീനയിൽ അക്കാലത്ത് അപ്പം നിങ്ങൾ അത്രയും ബാക്ക് ആലോചിച്ച് നോക്കൂ, കുടിവെള്ളം വിൽപ്പന നടത്തി.
അപ്പൊ അത് ദാനം ചെയ്തൂടെ, വലിയൊരു കാര്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് അതിൽ സമ്മതമല്ല. ഇത് കേട്ട് ഉസ്മാൻ റളിയല്ലാഹു കിണറിന്റെ ഉടമന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, എനിക്ക് വിൽക്കണമെന്ന്. ഇയാൾ ഓരോരുത്തർക്ക് ചില്ലറ വിറ്റിട്ട് എത്രയോ കാലം ഇങ്ങനെ വിൽക്കല്ലേ. അപ്പം വലിയ എമൗണ്ട് വില പറഞ്ഞപ്പോ എന്ത് ചെയ്തു? കിണറിനെ അപ്പാടെ വിറ്റു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഉസ്മാൻ ഖാനോട് പറഞ്ഞു, ഞാൻ ആ കിണർ വാങ്ങിക്കണമെന്ന്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ശരി, ആ കിണർ അവിടെ നിൽക്കട്ടെ, അതിലെ വെള്ളം ആവശ്യക്കാർ കുടിക്കട്ടെ, എടുക്കട്ടെ. അതാണ് വഖഫ്. ഇന്നും മദീനയിൽ ആ കിണർ കാണാൻ പറ്റും. പോയാൽ ഒരു കോമ്പൗണ്ടിന്റെ അകത്ത് ആ കിണർ. അപ്പൊ ആ കിണറായിട്ട് തന്നെ നിർത്തി. അത് വിൽപ്പനല്ല, അനന്തരം എടുക്കലില്ല, കൈമാറലില്ല, തിരിച്ചെടുക്കലില്ല, ഒന്നുമില്ല. അതിലെ വെള്ളം ഇങ്ങനെ ആവശ്യക്കാർക്ക് കൊടുക്കുന്ന അതിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, പിന്നെ അവനവന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കുന്നത് വരെ നിങ്ങൾ പുണ്യം ചെയ്തവരാവില്ല എന്നാണല്ലോ കേട്ടത്. അതെ, അങ്ങനെ ഉണ്ട്, ആയത്താണ്. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറുഹ എന്ന എൻ്റെ തോട്ടമാണ്, ഞാനത് അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കുകയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനുള്ള വഖഫാക്കിയതാണ്. അങ്ങനെയും വഖഫ് ചെയ്യാം. നമ്മളെ കുടുംബത്തിലുള്ള ദരിദ്രരായ ആളുകൾക്ക് എടുക്കാൻ വേണ്ടി. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ള ഒരാള് പറയാണ്, എൻ്റെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലെ 2 മുറി പീടിക, അതിൻ്റെ ആധാരം അത് വഖഫാക്കുകയാണ്. ആർക്കാണ്? എൻ്റെ കുടുംബത്തിലെ യതീം കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഏതേത് കാലത്തിൽ ആ കുടുംബത്തിൽ യതീമുണ്ടെങ്കിലും ആ കുട്ടിക്ക് ഇത് കിട്ടും. അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ ഇന്ന ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ അത് പിന്നെ അനന്തരം എടുക്കൂല. ഇയാൾ മരിച്ച ഇയാളെ മോനത് കിട്ടൂല. അത് എങ്ങനെ വഖഫ് ചെയ്യും? അങ്ങനെ കുടുംബത്തിന് വഖഫ് ചെയ്യാം. ഇങ്ങനെയൊക്കെ റസൂലുള്ള വഖഫ് ചെയ്തിട്ടുണ്ട്, സ്വഹാബിമാർ ചെയ്തിട്ടുണ്ട്. ആ വഖഫ് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പൊ മക്കത്ത് ചെന്നാൽ നമുക്ക് സ്ഥലം സന്ദർശിക്കാൻ പോയാൽ കാണാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ഐൻ സുബൈദ എന്ന് പറയുന്ന കനാലിന്റെ അവസാന അവശിഷ്ടത. ഹാറൂൺ റഷീദ്, ഖലീഫ ഹാറൂൺ റഷീദിന്റെ ഭാര്യ വഖഫ് ചെയ്തതാണ്. ഈ പെണ്ണുങ്ങള് കൂടുതൽ വഖഫ് ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. കാരണം അവർക്ക് വേറെ ചെലവില്ല. അവർക്ക് കിട്ടുന്ന അനന്തര സ്വത്ത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ചികിത്സക്കൊന്നും ചെലവാക്കേണ്ടിയില്ല. അത് മാപ്പിള ചെയ്തോളൂ. അപ്പൊ പെണ്ണിന്റെ അടുത്തുള്ള പൈസ വഖഫ് ചെയ്തിട്ട് തുടങ്ങിയ കലാലയങ്ങൾ, മൊറോക്കോയിലെ ഏറ്റവും സുപ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി ഒരു മുസ്ലിം സ്ത്രീ വഖഫ് ചെയ്ത. അപ്പൊ ഇങ്ങനെ ധാരാളം കണക്കിന് വഖഫുകളുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൗതുകകരമായ വഖഫുകളുണ്ട്. ഉദാഹരണം, വലിയ വലിയ പണക്കാരുടെ വീട്ടിൽ ജോലി കിട്ടുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് പാത്രം വീണ് പൊട്ടിപ്പോയും ചെയ്യും, സങ്കടയ്ക്കും. അങ്ങനെയുള്ളവർക്ക് അത്തരം ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാനുള്ള വഖഫ്. ഭർത്താവ് ഒഴിവാക്കിയ സ്ത്രീകൾക്ക് ഷെൽട്ടറായിട്ട് വേറെ കല്യാണം കഴിക്കണവരെയോ അല്ലെങ്കിൽ മരണം വരെയോ ജീവിക്കാനുള്ള വഖഫ്. അപ്പൊ അവർക്ക് ചെലവ് വേണം, ഓരോ കാര്യങ്ങൾ നോക്കണം, ആരില്ലാണ്ടായി പോയരുതല്ലോ. അപ്പൊ അങ്ങനെ ഒക്കെ. അതേപോലെ ഇനി മനുഷ്യന്മാർക്ക് മാത്രമല്ല വഖഫ്. ഇന്നലെ ഞാൻ ഇക്ര ഹോസ്പിറ്റലിന്റെ കുറച്ചിപ്പുറത്തൊരു ചായപ്പൊടിയിൽ ചായം കുടിച്ച് ഒരാൾ ഭർത്താൻ വന്നിരിക്കുക. അപ്പോൾ അവിടെ നിർത്തിയിട്ടിരുന്നൊരു കാറ് റിവേഴ്സ് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു നായ കിടക്കുന്നുണ്ടായിരുന്നു. ഈ ചൂടത്ത് നായ വണ്ടിൻ്റെ അടിയിൽ പോയി കിടക്കും. വണ്ടി എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് ഡ്രൈവർ കണ്ടില്ല. അയാൾ വേറെ വണ്ടി കയറി ആലോചിച്ച് നിലം പറ്റി കിടക്കുന്ന ജാതി കാറാണ്. നായിൻ്റെ ഉള്ളൊന്നും പെടഞ്ഞളിക്കാന്നല്ലാതെ ഇയാൾ അറിയണില്ല. അപ്പം ഞങ്ങൾ അപ്പുറത്തിരിക്കണ്ട. ഒച്ച കേട്ട് ഇത് എവിടുന്ന നമുക്ക് മനസ്സിലാവണില്ല. വണ്ടി ഇങ്ങനെ റിവേഴ്സ് വെച്ച് പിന്നെ മുന്നോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് നായി വണ്ടിന് മുന്നിലൂടെ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. ഡ്രൈവർ ഇത് കാണുന്നില്ല. അങ്ങനെ നായിൻ്റെ കാലിൻ്റെ മുകളിലേക്ക് ടയർ ഇങ്ങനെ കയറി നിന്ന് നായി കരഞ്ഞ് ഇപ്പോഴൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഓടിച്ചെന്ന് ഒച്ചപ്പാടാക്കി. ഡ്രൈവർ ചില്ലൊക്കെ പൊന്തിച്ച് AC ഒക്കെ ഇട്ട് പോവല്ലേ. അപ്പോൾ നിർത്തിച്ചു. അങ്ങനെ നായിനെ അവിടെ നിന്ന്
നായ അതിൻ്റെ ഉള്ളിൽ നിന്നും വളരെ ദയനീയമായിട്ട് വന്നു. കുറച്ചങ്ങോട്ട് കൂടെ നടന്നെങ്കിൽ പിന്നെ അവിടെ കിടന്നു. നമ്മൾ കഥ പതല്ല. അപ്പൊ അപ്പുറത്തുള്ള വീടക്കാരൻ പറയാണ്, ഇതൊരു ഡോക്ടർ ഒഴിവാക്കി പോയ നായയാണ്. അയാൾ അവിടെ താമസക്കാരനായപ്പോൾ അവിടെ വീട്ടിൽ പോയിട്ടതാണ്. അയാൾ വേറെ ഏതോ നാട്ടിലേക്ക് പോയപ്പോൾ നായനെ റോഡ് സൈഡിൽ ഇട്ടിട്ട് പോയതാണ്. അന്ന് അവശനായി കിടക്കുന്ന നായനെ ഞങ്ങൾ ഭക്ഷണം കൊടുത്തു തന്നത് ഉഷാറായി വരികയായിരുന്നു. ഇപ്പോഴേക്ക് ഇങ്ങനെ ആയല്ലോ എന്നുള്ള ഒരു സങ്കടം. ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന മൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള വഖഫ്, മനസ്സിലായോ? ഇസ്ലാമിലെ വഖഫ്. ആളുകൾ പറയുന്നുണ്ടല്ലോ ഗോവധം നിരോധിക്കണം, പശുവിനെ കൊല്ലരുത്, അറുക്കരുത് എന്നൊക്കെ. ഈ പശുവിനെ അറുക്കരുത് എന്നൊരു കൂട്ടർ പറയുന്നു, വേറെ കൂട്ടർ അറുത്ത് തിന്നുന്നു. അല്ലെങ്കിൽ അറുക്കരുത് എന്ന് പറയുന്നവർ തന്നെ ആൾക്കാർ കമ്പനിയിൽ ഈ സാധനം അറുത്ത് പാക്ക് ചെയ്തിട്ട് ഗൾഫിലേക്ക് അയച്ചേക്കുന്നു. ഇതൊക്കെ നിന്നു വിചാരിക്കുക, ആരും പശുവിനെ തിന്നണില്ല വിചാരിക്കുക. കറവ് പറ്റിയ പശുവിന് എന്താ ചെയ്യുക? സ്വന്തം ഉമ്മ നോക്കണില്ല ആൾക്കാർ. പിന്നെ ഈ പശുവിനെ ആരെങ്കിലും തീറ്റിപ്പോറ്റോ? ഇല്ല. അതിനെ തുറന്നു വിട്ടാൽ ഉണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നം എത്രയായിരിക്കും? അപ്പോൾ ആരും നോക്കാനില്ലാതെ തെരുവിൽ അലയേണ്ടി വരുന്ന മൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള വഖഫ്, ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, എൻ്റെ വല്യാപ്പ ദർസ് പഠിക്കുന്ന കുട്ടികൾക്ക് വിളക്കെത്തിക്കാനുള്ള എണ്ണക്ക് എന്ന് പറഞ്ഞിട്ട് വഖഫ് ചെയ്തതാണ് പീഡിയമുറി. എൻ്റെ വാടക എന്താണ്? പള്ളിയിലേക്ക് എണ്ണ വാങ്ങാൻ കൊടുക്കണം. കാരണം അവിടെ ദർസ് പഠിക്കുന്ന കുട്ടികളുണ്ട്, ഓൽക്ക് വെളിച്ചം വേണ്ടേ, വിളക്കെത്തിക്കണമെങ്കിൽ എണ്ണയാണ്. ഇപ്പൊ അവിടെ ഒറ്റ വിളക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു, അവിടുത്തെ കറണ്ടിന്റെ ബില്ലടയ്ക്കുക, കറണ്ടിന്റെ ബില്ലിനേക്കാൾ വാടക ഉണ്ടെന്നാണ്. അപ്പൊ അടുത്ത പള്ളിയിലെ കറണ്ടിന്റെ ബില്ലടയ്ക്കുക. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ സാധനം നിലച്ചു പോകുന്നില്ല. വല്യാപ്പ മരിച്ചൊരു കാലത്രവായി, പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ സദഖത്തുൻ ജാരിയ, ഇതാണ് വഖഫ് എന്ന് പറയുന്നത്. വക മാറ്റാതെ അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെലവഴിക്കും. ഈ ബെഞ്ചും ഡെസ്ക് ഒരാൾ വഖഫ് ചെയ്താണെങ്കിൽ നമ്മളെ ഇഷ്ടത്തിന് അത് അങ്ങോട്ട് കൊണ്ട് കൊണ്ടുപോകാൻ പാടില്ല. ഇത് ഒടിഞ്ഞാൽ, അപകടകരമായ അവസ്ഥയിലായാൽ സാധ്യമായത്ര ഇത് നിലനിർത്താൻ റിപ്പയർ ഒക്കെ ചെയ്ത് റെഡിയാക്കി വെക്കുക. എന്നിട്ടും സാധ്യമായിട്ടില്ലെങ്കിൽ ഇത് വിൽപ്പന നടത്തിയിട്ട് ആ പൈസ കൊണ്ട് അതേപോലെ ഉപകാരമുള്ള സാധനം വാങ്ങും. പിൽക്കാലക്കാരായ ആളുകൾക്ക് ബാധ്യതയാക്കപ്പെട്ട സംഗതിയാണ്. അപ്പൊ ഇസ്ലാമിന്റെ ഒരു സുന്ദരമായ മുഖമാണ് യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത്. നമ്മുടെ കാലത്ത് അത്തരം ഒരു ആവേശം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കുകയാണ് വേണ്ടത്, നാട്ടിലുള്ള പല ആവശ്യങ്ങൾക്കും. അപ്പൊ അതിന്റെ ഗുണഭോക്താക്കൾ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഖ്റ ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സയിൽ ഒരാൾക്ക് ഇളവ് കിട്ടിയാൽ അത് പ്രത്യേക ഒരു ജാതിക്കാണോ? ഫാറൂഖ് കോളേജിൽ പഠിച്ചിറങ്ങുന്നത് മുഴുവൻ മുസ്ലിങ്ങളാണോ? അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവരൊക്കെ മുസ്ലിങ്ങളാണോ? അതിന്റെ ഫലം കിട്ടുന്നൊക്കെ മുസ്ലിങ്ങൾക്കാണോ? ചെന്നൈ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വഖഫുണ്ട്. അത് ആർക്കും അവിടെ പോവാം, കുളിക്കാം, റെസ്റ്റ് എടുക്കാം. നമ്മളിപ്പോ ഒരു ടൗണിൽ, നമ്മളിപ്പോ നാട്ടിൽ നിന്നും പുരയൊന്നും കുളിക്കണമായിരുന്നില്ല. നമ്മളിപ്പോ ഒരു ടൗണിൽ ഇറങ്ങിച്ചെന്ന് നമുക്കൊന്ന് കുളിച്ച് മാറ്റി റെസ്റ്റ് എടുക്കണമെങ്കിൽ ചുരുങ്ങിയത് 1000-2000 വേണ്ടേ? ഒരു ലോഡ്ജ് എടുക്കണം, നമുക്ക് ചെയ്യണ്ടേ? അത് ഒരാൾ വഖഫ് ചെയ്യാണ്, ആർക്കും ഉപയോഗിക്കാം. അപ്പൊ ഗുണഭോക്താക്കൾ പ്രത്യേക സമുദായക്കാരല്ല. ഇങ്ങനെ സമൂഹത്തിന് കിട്ടുന്ന വലിയ ഒരു ഗുണം എന്നതാണ് വഖഫ് എന്ന് പറയുന്ന സംവിധാനം. ഇതിന്റെ മേലാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? കൈവെക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങളുടെ വിശദാംശങ്ങൾ നിങ്ങൾ വേറെ മനസ്സിലാക്കണം. ഞാൻ വഖഫിന്റെ ദീനിയായ അതിന്റെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിയമങ്ങളിൽ വന്നിട്ടുള്ള അപാകതകൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ, അത് കൈകാര്യം ചെയ്യുന്നിടത്ത് ഇപ്പോ 5 കൊല്ലം പ്രാക്ടീസിങ് മുസ്ലിമായ ഒരാൾക്കേ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. 5 കൊല്ലം മുസ്ലിം ആയാലും പോരാ, പ്രാക്ടീസിങ് മുസ്ലിം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കണം, നോമ്പ് വിൽക്കണം, ഇതിന്റെ സർട്ടിഫിക്കറ്റ് എഴുതാൻ കിട്ടുക. ഒരാൾ വഖഫ് ചെയ്തു, അപ്പൊ ഒരാള് അതിന് ഒബ്ജക്ഷൻ, അയാൾ പ്രാക്ടീസിങ് മുസ്ലിം അല്ല. ആണ്
ആണെന്ന് അറിയാൻ 5 നേരം പള്ളിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുമോ? നോമ്പിന് ഇയാൾ നോമ്പ് പിടിക്കലുണ്ടെന്ന് ആരാ സർട്ടിഫിക്കറ്റ് കൊടുക്കുക? അപ്പോൾ മനുഷ്യ സാധ്യമല്ലാത്ത കാര്യമാണ് ആ ഡിമാൻഡ്. രണ്ടാമത്തെ കാര്യം, വഖഫ് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക നിയമമാണല്ലോ. അപ്പൊ ഇസ്ലാമിക നിയമം, ഇന്ത്യയിലെ ഭരണഘടന ഓരോ മതക്കാർക്കും അവരവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അവർക്ക് ചെയ്യാം എന്ന് കൊടുത്ത ഭരണഘടന നൽകിയ സ്വാതന്ത്ര്യമാണ്. എങ്ങനെയാണെങ്കിൽ ഈ വഖഫ് എന്ന് പറയുന്ന സംഭവം എങ്ങനെയായിരിക്കണം എന്ന് ഇസ്ലാമാണല്ലോ പറയേണ്ടത്. ആ ഇസ്ലാമിൽ 5 കൊല്ലാവണമെന്നില്ല എന്ന് മാത്രമല്ല, മുസ്ലിമനാവണമെന്നില്ല. പിന്നെ അതേപോലെ ഏറ്റവും വലിയൊരു അപകടം എന്താണെന്ന് ചോദിച്ചാൽ, ഉപയോഗത്തിൽ വഖഫായിട്ട് ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളെ നാട്ടിലെ ഏതോ ഒരു പള്ളിയോ മദ്രസക്കൊക്കെ നികുതി അടയ്ക്കുന്നുണ്ടാവും, ആധാരം ഉണ്ടാവും, പട്ടയം ഉണ്ടാവും. പക്ഷേ പണ്ട് ഏതോ രാജാക്കന്മാരുടെ കാലത്ത് തുടങ്ങിയിട്ടുള്ള ഡൽഹി ജുമാ മസ്ജിദ് അടക്കമുള്ള സാധനങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര 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 സ്ഥാപനങ്ങളാണ്. അതിലൊരാൾ പരാതിപ്പെട്ടാൽ കോടതി ഉടനെ പറയുന്നത്, അതിൻ്റെ രേഖ കൊണ്ടുവരും. എവിടെ രേഖ ഉണ്ടാവുക? അപ്പോൾ ഇങ്ങനെ അപ്പം എന്താണ് പൊളിക്കാൻ പറ്റും. അപ്പോൾ ബാബരി മസ്ജിദ് ഇന്ത്യയിലെ ഒരു പള്ളി പൊളിക്കാനുള്ള പരിപാടിയാണെങ്കിൽ ഇത് 10,000-കണക്കിന് സ്ഥാപനങ്ങൾ പൊളിക്കാൻ പറ്റുന്ന സംഭവമാണ്. അതൊക്കെ ഇതിലുള്ള ഏറ്റവും വലിയ അപകടമാണ്. ഏറ്റവും അപകടകരമായ കാര്യമായിട്ട് ഇത്തരം ഒരുപാട് വിഷയങ്ങൾ ആ നിയമത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. വേറെ ഉള്ളത് ഞാൻ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ ആ കാര്യങ്ങൾ ഇപ്പോൾ ആനുകാലികങ്ങളിലൊക്കെ വരുന്നതും സംഗതികളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ സമയം എടുക്കാതിരുന്നത് അതുകൊണ്ടാണ്. എന്തായാലും ഇസ്ലാമിൻ്റെ ഈ സുന്ദരമുഖം ഇതിങ്ങനെയാണ് എന്ന് നമ്മളും മനസ്സിലാക്കണം, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. എല്ലാ വിവാദങ്ങളും ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ്. ഇപ്പൊ ഹലാൽ, ഈ കടയിൽ ഹലാൽ കിട്ടുന്നതല്ല എന്നൊക്കെ ബോർഡ് വെച്ചു ആൾക്കാർ, പാവങ്ങള്. യഥാർത്ഥത്തിൽ എന്താണ് ഹലാൽ എന്ന് മനസ്സിലായിട്ടില്ല. കാരണം അവര് തെറ്റിദ്ധരിപ്പിച്ചത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മുസ്ലിങ്ങൾ അതിൽ തുപ്പും, അതിനാണ് ഹലാൽ എന്ന് പറയാൻ. ഏതൊരു മനുഷ്യനും ഒരു അർപ്പുണ്ടാവില്ല. പിന്നെ എന്ത് ജാതികളായിട്ട് നിങ്ങളെന്ന് തുപ്പുക? നമ്മക്കിത് കേൾക്കുമ്പോൾ ചിരി വരുന്നത് അങ്ങനല്ലാന്ന്. ഭക്ഷണത്തിൽ ഊതി തന്നെ തിന്നാൻ പാടില്ല എന്ന് പറയുന്ന മാപ്പിളാര് പിന്നെ അതിൽ തുപ്പൂലല്ലോ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്കിത് ചിരി വരുന്നത്. പക്ഷേ നമ്മളുടെ ചുറ്റുപാടുകളിലുള്ള ആളുകൾക്കിടയിൽ ഇത് പ്രചരിപ്പിച്ച് ഫലിപ്പിക്കാൻ സാധിച്ചല്ലോ. ഇതുപോലെ മൊത്തം പാകിസ്ഥാന്റെ ഭൂവിസ്തൃതിയേക്കാൾ കൂടുതലാണ് ഇന്ത്യയിലെ വഖഫ് സ്വത്തിന്റെ വിസ്തൃതി എന്ന് പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ പുറത്തൊരു പാകിസ്ഥാൻ, ഉള്ളിൽ വേറെ പാകിസ്ഥാൻ എന്നൊക്കെ പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ ഇവർ ഭയപ്പെടുകയാണ്. അപ്പൊ സാധാരണക്കാർ പോലും ചോദിക്കുകയാണ്, ഒരു മതേതര രാജ്യത്ത് എന്തിനാണ് പിന്നെ ഇങ്ങനത്തെ ആദ്യ നിയമങ്ങൾ? വഖഫ് ട്രിബ്യൂണൽ, അതിന്റെ കോടതി എന്നൊക്കെ പറയുന്നത് ഭയങ്കര അപകടമാണ്. ഏതൊരു സാധനത്തിന് മുകളിലും അത് വഖഫാണെന്ന് പറഞ്ഞാൽ ഈ വഖഫ് ട്രിബ്യൂണലാണ് എന്ത് ചെയ്യുക, ആണോ അല്ലേ തീരുമാനിക്കുക. പിന്നെ എന്ത് രാജ്യമെന്നൊക്കെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ വഖഫ് ട്രിബ്യൂണലിന്റെ ജഡ്ജി മുസ്ലിം ആവണമെന്നില്ല. അത് സാധാരണ കോടതി വ്യവഹാരങ്ങൾ വഴി സർക്കാർ നിയമിക്കുന്ന ജഡ്ജിയാണ്. അതിന്റെ സ്വയം നിർണയാവകാശം അല്ലെങ്കിൽ അതിന്റെ പരമാധികാരം എന്ന് പറയുന്നത് ഇവിടെയുള്ള മറ്റു പല ട്രിബ്യൂണലുകൾക്കും ഉള്ളതുപോലെയുള്ള അധികാരമാണ്. തെറ്റിദ്ധാരണകളാണ്. അപ്പൊ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, തെറ്റിദ്ധാരണകൾ അവസാനിപ്പിക്കാൻ നമ്മൾ ബോധപൂർവം ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് പഠിക്കണം. മറ്റുള്ളവർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇന്നതാണ് ഇസ്ലാമിലെ വഖഫ്. ഇത് വേണോ വേണ്ടേ നിങ്ങൾ പറയൂ. നമ്മുടെ നാട്ടിലെ ഉദാഹരണങ്ങൾ തന്നെ വെച്ച് നമുക്ക് നേരത്തെ പറഞ്ഞ ബൈറുഹ തോട്ടത്തിന്റെയും ഹൈബറിലെ കഥയൊന്നും ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാരോട് പറയണമെന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നാട്ടിലുള്ള വഖഫ് ചെയ്തിട്ടുള്ള സംഗതികൾ, അതിന്റെ ഗുണഭോക്താക്കൾ, അതിന്റെ ഫലം എല്ലാവർക്കും കിട്ടുന്നൊരു സാധനം. ഇത് അവസാനിപ്പിച്ചാൽ സംഭവിക്കുക എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങൾക്ക് മാത്രം എന്തോ ഒരു സംഭവം ഉണ്ടാവില്ലല്ല, അത് മൊത്തം മനുഷ്യർക്ക് തന്നെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദോഷമാണ്. അപ്പൊ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു എന്നതുകൊണ്ട് ഇത് ഭരണഘടനാ വിരുദ്ധമായ നിയമനിർമ്മാണമാണ് എന്ന് നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടുന്ന ബാധ്യത
നമുക്കുണ്ട്. അതിന് ഉള്ള ഒരു ഒരുക്കവും ആവേശമൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉപകാരപ്രദമായ വിജ്ഞാനം നമുക്ക് വർദ്ധിപ്പിച്ചെരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.